നളന്ദ അക്കാദമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂളുകളിൽ ഡിജിറ്റൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാംസങ്ങും ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ കോമ്പാക്ട് നെറ്റ്വർക്കും ഇന്ത്യയും ചേർന്ന് ആരംഭിച്ച പുതിയ പദ്ധതി ഡിജി അറിവ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കർണൂൽ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കർണൂൽ, ആന്ധ്രാപ്രദേശ്. ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ AI അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി അവതരിപ്പിച്ചത് ഗൂഗിൾ. ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ AI അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി അവതരിപ്പിച്ചത് ഗൂഗിൾ. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഭൂപേന്ദ്ര യാദവ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. രാജ്യാന്തര ക്രിക്കറ്റിൽ 11 ഫുൾ മെമ്പർ ടീമുകൾക്ക് എതിരെയും സെഞ്ചുറി നേടിയ ആദ്യ താരം ഷായ് ഹോപ്പ്, വെസ്റ്റ് ഇൻഡീസ്. രാജ്യാന്തര ക്രിക്കറ്റിൽ 11 ഫുൾ മെമ്പർ ടീമുകൾക്ക് എതിരെയും സെഞ്ചുറി നേടിയ ആദ്യ താരം ഷായ് ഹോപ്പ്, വെസ്റ്റ് ഇൻഡീസ്. IIT ബോംബെ ബോർഡ് ഓഫ് ഗവേണൻസിൻ്റെ ചെയർപേഴ്സണായി നിയമിതനായത് കെ രാധാകൃഷ്ണൻ. ISRO ചെയർമാനായിരുന്ന കെ രാധാകൃഷ്ണൻ. ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ട ആധുനിക കലാസൃഷ്ടി എന്ന റെക്കോർഡ് നേടിയ പെയിൻറ്റിംഗ് പോർട്രെയ്റ്റ് ഓഫ് എലിസബത്ത് ലെഡറർ. ചിത്രകാരൻ ഗുസ്താവ് ക്ലിറ്റ്സ്. ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ട ആധുനിക കലാസൃഷ്ടി എന്ന റെക്കോർഡ് നേടിയ പെയിൻറ്റിംഗ് പോർട്രെയ്റ്റ് ഓഫ് എലിസബത്ത് ലെഡറർ. ചിത്രകാരൻ ഗുസ്താവ് ക്ലിറ്റ്സ്. കാഴ്ച പരിമിതരുടെ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യ. ഫൈനലിൽ നേപ്പാളിനെ തോൽപ്പിച്ചു. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെ പീപ്പിൾസ് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെ പീപ്പിൾസ് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പട്ടികജാതി കേസുകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത കോടതി മുറികൾ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം പഞ്ചാബ്. പട്ടികജാതി കേസുകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത കോടതി മുറികൾ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം പഞ്ചാബ്.